Hello, good morning. Welcome to market discussion of the day. Today, 15th May 2025. ഫ്രൈഡേ ആണ് തേഴ്സ്ഡേ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്ന ദിവസമാണ് എന്നുള്ള കാര്യമാണ് അല്ലേ. സോ ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം, ഇന്ന് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ പൊസിഷൻസ് എല്ലാം ഇന്നലെ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യവും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ കോഴ്സ് ക്രാഷ് കോഴ്സ് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ബാച്ചിലോട്ട് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, മന്ത്ലി ബേസിസിൽ നമ്മൾ പെയ്ഡ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ഇന്നലെ നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ UK ടൈമിംഗ് 7 മണിക്ക് നമുക്ക് GBP പൗണ്ടിൽ നമുക്ക് UK എന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് വന്നു, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 0.1% ആയിരുന്നു പ്രീവിയസ്, 0.0% ആയിരുന്നു ഫോർകാസ്റ്റ് ചെയ്തത്. പക്ഷേ വന്നപ്പം 0.7% ആണ് GDP വന്നത്. സോ അതിനുശേഷം പെട്ടെന്ന് GBP മുകളിലോട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ടും സാധിക്കും അല്ലേ. സോ ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമുക്ക് റീറ്റെയിൽ സെയിൽസ് ഉള്ളത്. അപ്പം ഉച്ചയ്ക്ക് ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം 6 മണി ഒക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ 6 മണിക്ക് മുന്നോടിയായിട്ട് ഒരു 5 മണിക്കെങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാറി നിൽക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ. ഓക്കെ, സോ ഇന്ന് നമ്മളുടെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് നിൽക്കുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 145.66 ആ റേഞ്ചിലാണ് JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, സോ JPYയിൽ നമുക്ക് ഇനിയുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, JPY ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം ഒരു ഡൗൺ ട്രെൻഡാണ് ആക്ച്വലി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് JPYയിൽ ആക്ച്വലി ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് 145.9 റേഞ്ചിലായിരുന്നു. ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ 145.9 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു അപ് ട്രെൻഡ് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനം എടുക്കാറായിട്ടില്ല. 10 മണിക്കുള്ള ക്യാൻഡിൽ, ഇന്ത്യൻ ടൈമിക്ക് 2:30 മണിക്കുള്ള ക്യാൻഡിൽ 146 മുകളിലാണ് എങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. അവിടെ വെച്ചൊരു തീരുമാനം എടുത്ത് ബൈ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും തന്നെ ഇല്ല. കാരണം ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഡേ ആണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ പക്ഷേ നേരത്തെ തന്നെ 148 നിന്ന് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇന്നലെയല്ല, ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. JPY പ്രത്യേകിച്ച്, അതായത് ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്തതിന് ആയിരിക്കും ബെറ്റർ. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഉള്ള ന്യൂസുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കലണ്ടർ ബേസ് ചെയ്തല്ലാതെ ഏറ്റവും വലിയ 2-3 ന്യൂസുകൾ വരാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, റഷ്യ ഉക്രൈൻ സീസ് ഫയർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന റഷ്യ ഉക്രൈൻ സീസ് ഫയർ അറ്റ്ലീസ്റ്റ് ഒരു 30 ഡേയ്സിലോട്ടെങ്കിലും വരാനായിട്ടുള്ള പോസിബിലിറ്റി തുറന്നു കിടക്കുകയാണ്. അത് ഇസ്താൻബുളിൽ റഷ്യൻ പ്രസിഡൻറ്റും നമ്മുടെ യുക്രൈൻ പ്രസിഡൻറ്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടക്കും. അപ്പോൾ അതിനുശേഷമായിരിക്കും, അതിനകത്ത് റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ ഒരു മീറ്റിംഗ് നടക്കാനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നോ ടൈമൊന്നും നമുക്കറിയില്ല. ഓക്കെ, ന്യൂസ് വരുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പം അതിനുശേഷം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എങ്ങാനും സീസ് ഫയറിലോട്ട് വന്നാൽ ബേസിക്കലി ഗോൾഡ് താഴോട്ട് പോകും, GBP യൂറോ ഒക്കെ മുകളിലോട്ട് പോകും. ഓക്കെ,
JPY താഴോട്ട് പോകും. ഇതാണ് എക്കണോമിക് പ്രകാരം നടക്കേണ്ട ഒരു കാര്യം. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് നടക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ അത് മാത്രമല്ല, പാലസ്തീൻ ഇസ്രയേൽ തമ്മിലുള്ള ഒരു സീസ് ഫയറും കൂടെ നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി എല്ലാം തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞ് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.153 റേഞ്ചിലാണ്. ഓക്കെ, സോ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. 1.100 എപ്പോഴും നമ്മൾ പറയാറുള്ളത്. ഇന്ന് ഈ റീറ്റെയിൽ സെയിൽസ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ. ഷോർട്ട് ടേമിലോട്ട് പോലും ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് വെറുതെ സ്റ്റക്കായി പോകണ്ട. ഒരു ദിവസം മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ലാത്ത കാര്യമാണ് അല്ലേ. 1.100 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അതാണ് നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ. ഈവൻ നമുക്കൊരു 1500 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് നമുക്ക് അതിനകത്ത് കിട്ടാനായിട്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് അത് എടുക്കാവുന്നതും ആണ്. ഓക്കെ, 1.100 അവിടുന്ന് ബൈ ആണ് ഞാൻ എന്തിനകത്ത് പറയുന്നത്, യൂറോയ്ക്കകത്ത് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, GBPയിലോട്ട് വരുമ്പം GBPയും 1.300 നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി. അവിടെ കിട്ടിയാൽ ബൈ എടുക്കുക, ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വിട്ട് കളയാം. ഇല്ലെങ്കിൽ ഞാൻ GBPയിലും യൂറോയിലും ഒക്കെ ഷോർട്ട് ടേമിലോട്ടുള്ള ബൈയും സെല്ലും ഒക്കെ ഞാൻ പറഞ്ഞു തരാറില്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് 1.300 അവിടെ കിട്ടിയാൽ മാത്രം ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ വേണം ബൈ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ലോസ് ഇടണ്ട എന്നല്ല, സ്റ്റോപ്പ് ലോസ് വേണം. നമ്മൾ GBP പറയുമ്പോൾ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ 1.300 അവിടുന്ന് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ 0.5 ലോട്ടും ബാക്കി 1.2800 കിട്ടിയാൽ വീണ്ടും ബാക്കി 0.5 ലോട്ടും എടുക്കുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഈ ഗോൾഡ് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു 3280 എന്ന് 3180 എന്ന് പറയുന്ന റേഞ്ചിൽ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 3180 പലവട്ടം എന്താ പറയുക, മാർക്കറ്റ് വന്ന് നിൽക്കുന്ന അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ 3180 എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി എന്നുള്ളതാണ്. ഓക്കെ, വൈകുന്നേരം US സെഷനൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു യൂറോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ആക്ച്വലി ഈ പറയുന്ന 3880 വന്നിട്ടുള്ളത്. അങ്ങനെ 80 വന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു എങ്ങനെ പോയാലും ഒരു $10-20 മൂവ്മെൻറ്റ് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാഭം എടുത്ത് മാറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു 10-200 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഡേ എൻഡാണ്. അപ്പോൾ അതിനുള്ളിൽ ലാഭം എടുത്ത് മാറുക എന്നുള്ളതാണ് അല്ലേ. പിന്നീട് ഇന്ന് 180 അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുമില്ല, എനിക്ക് ലോസ് വന്നിട്ടുമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ ഇതാണ് ക്ലോസിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഈ ക്ലോസിംഗ് ക്യാൻഡിൽ 3180 താഴെയായിട്ടാണ് ക്ലോസ് ആയത്. അവിടെ തന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പണായി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലോട്ട് പോയെങ്കിലും പിന്നീട് മാർക്കറ്റ് മുകളിലോട്ട് പോയി 90 വരെ പോയിട്ട് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അതായത് ഇന്ത്യൻ ടൈമിംഗ് 4, 5, 6, 7 സോറി ഓക്കെ ഇതാണ് ആക്ച്വലി ഇന്ത്യൻ ടൈമിംഗ് 7:30 ക്യാൻഡിൽ. ഓക്കെ, സോ ഇന്ത്യൻ ടൈമിംഗ് 7:30 ക്യാൻഡിൽ 3170 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ അല്ലേ. അപ്പം ചിലപ്പം ഇപ്പം ഇത് ഞാൻ എടുത്ത് പറയാനായിട്ടുള്ള റീസൺ, പല ആൾക്കാരും ചിലപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് ബൈ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ബൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം അല്ലേ. സോ ഇന്നലെ ഓക്കെ ഞാൻ പറഞ്ഞു ബൈ ചെയ്തു, അത് പ്രോഫിറ്റ് കിട്ടി. കാരണം വൈകുന്നേരമാണ് അതിൽ പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ടുള്ള, ഷോർട്ട് ടേം എങ്കിലും പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്, കോമൺ സെൻസ് ആണത്. ഓക്കെ, അതിനുശേഷം ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ അതിനുശേഷം ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് 3100
എൺപതിൻ്റെ താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ആയത് മാർക്കറ്റ്. അത് മാത്രമല്ല ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ഏഷ്യൻ ടൈമിംഗ് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് മാർക്കറ്റ് 3172 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നും പറഞ്ഞ് സെല്ലുണ്ടോ, ഇല്ല, അതുമില്ല. ഓക്കെ, സോ അത് വിട്ട് കളയാന്നുള്ളതാണ്. ഇനിയുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ഇത് യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിലുള്ള ക്യാൻഡിലാണ്. ഓക്കെ, യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിലുള്ള ക്യാൻഡിൽ നമുക്ക് എവിടെയാണ് ഓപ്പൺ ആയതെന്ന് നോക്കാം. 3128 ഓപ്പൺ ആയത്, 3130 അതുകൊണ്ട് അവിടെയും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ അവിടെയും ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ. സോ നമുക്ക് 10:30 ക്യാൻഡിൽ 3130-ൻ്റെയും 35-ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് അവിടുന്ന് ചെറിയൊരു ബൈ, ഓക്കെ, ഒരു 0.3 ലോട്ടിൻ്റെ ബൈ എടുത്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ബെറ്റർ മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും വേണം എന്നുള്ള ആൾക്കാർക്ക്, ഓക്കെ, ഇന്ന് എനിക്ക് ഞാൻ പല ആൾക്കാരോട് സംസാരിക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ട്രേഡിങ് അവർക്ക് അന്നത്തെ ദിവസം അവർക്ക് ട്രേഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഗോൾഡിൽ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? എന്തിനാണ് വെറുതെ ട്രേഡ് ചെയ്ത് പൈസ കളയുന്നത്? GBPയിൽ ട്രേഡ് ചെയ്യും. GBPയിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി ലോട്ട് ഇട്ട് ട്രേഡ് ചെയ്യും. നിങ്ങൾ ഗോൾഡിൽ ഉണ്ടാക്കുന്ന പൈസ GBPയിൽ ഉണ്ടാക്കാം. സീരിയസ് ആയിട്ട് പറയാം. GBP നോക്ക്, നിങ്ങൾ ആ റേഞ്ച് വിട്ട് ഒരിക്കലും പോകുന്നില്ല. ഒരേ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൂവ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ ഓക്കെ, ഇപ്പം പല ആൾക്കാരുടെയും പൊസിഷൻസ് 3230-ലും 3280-ലും ഒക്കെ പല ആൾക്കാരെൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, 3280. അപ്പം അവരുടെ മാനസികാവസ്ഥ, അവർക്കൊരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അവരിനി തിരിച്ച് മാർക്കറ്റ് കയറി മുകളിലോട്ട് എത്തിയാൽ അവർ വീണ്ടും അവിടുന്ന് കട്ട് ചെയ്ത് കളയുള്ളൂ അവരുടെ മാനസികാവസ്ഥ കാരണം. സോ അതൊരു ഗുണവും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം കൊണ്ട് കളയുന്ന ഒരു പ്രവണതയാണ് ആക്ച്വലി ഈ ഗോൾഡിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലൈറ്റ് നമ്മൾ അനങ്ങാതിരുന്നാൽ ലൈറ്റ് പോകും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അങ്ങനെ 3180-30-ൻ്റെ അടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാർ 3119-ൻ്റെ താഴെ 21-ൻ്റെ താഴെ 19-18 റേഞ്ചിൽ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസും വെച്ച് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ട്രേഡ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. പൈസ പോകണം എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പൈസ പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.